Hello, welcome to Wings to Love. ഈ വീഡിയോയിൽ MEG4 ബ്ലോക്ക് 1 ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞുള്ള യൂണിറ്റാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ് ആയിരുന്നു ഡീൽ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഹൗ ആൻഡ് വൈ ഡിൽ ലാംഗ്വേജ് ഒറിജിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നോ വൺ നോസ് എക്സാക്ട്ലി ഹൗ ലാംഗ്വേജ് ഒറിജിനേറ്റ്. നമുക്ക് ആർക്കും അറിയില്ല എങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ളത്. സോ ഈ ഒരു സെക്ഷനിൽ തിയറീസ് ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഡിവൈൻ സോഴ്സ് തിയറി എന്നാണ്. സോ നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഗോഡ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആദമിനെയാണ്. സോ ആദമിലൂടെയാണ് നമ്മൾ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദെൻ ഹിന്ദു ബിലീഫ് പ്രകാരം സരസ്വതി ഗോഡസ് സരസ്വതിയിൽ നിന്നാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. സോ ഓരോ ലാംഗ്വേജ് ഇങ്ങനെ ഒരു ഡിവൈൻ സോഴ്സ് പ്രകാരമാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ള രീതിയിലാണ് ഈ ഒരു നമ്മുടെ തിയറി പറയുന്നത്. സോ മോസ്റ്റ് സൊസൈറ്റീസ് ഹാവ് എ ഡിവൈൻ സ്റ്റോറി അബൌട്ട് ഹൗ ദെയർ ലാംഗ്വേജ് കെയിം ടു ബി. സോ ഓരോ സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള ഡിവൈൻ സ്റ്റോറി ഉണ്ടാവും എങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്ന തിയറി എന്ന് പറയുന്നത് ദ നാച്ചുറൽ സൗണ്ട് സോഴ്സ് തിയറിയാണ്. സോ ഹൗ ഹ്യൂമൻ സ്പീച്ച് ഒറിജിനേറ്റഡ് ഈസ് അക്കോർഡിംഗ് to the idea of natural sounds. So according to the theory, the earliest words were imitations of sounds. So ഈ ഒരു തിയറി പ്രകാരം ഏർലിയസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ഓഫ് സൗണ്ട്സ് ആയിരുന്നു. ആ ഒരു സറൗണ്ടിങ്സിലുള്ള സൗണ്ട്സിൻ്റെ ഇമിറ്റേഷൻസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ കുക്കു, ബാങ്, ബസ്, ഹിസ്, ബൗവ്, ഇങ്ങനെ ഇതൊക്കെ എക്സാമ്പിളാണ്. ഈ ഒരു സൗണ്ട്സിനെ മിമിക്ക് ചെയ്യായിരുന്നു, ഇമിറ്റേറ്റ് ചെയ്ത കൈൻഡ് ഓഫ് വേർഡ്സ് ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറിനെ ബൗവ് തിയറി എന്നും പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് പൂപ്പു തിയറിയാണ്. പൂപ്പു തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഡാർവിൻ്റെ പരിണാമം പോലെ തന്നെയാണ് ലാംഗ്വേജും ഇവോൾവ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഹിസ് ലാംഗ്വേജ് ഇവോൾവ് ഫ്രം ആൻ ഏർലിയർ ഫോം ആസ് വെൽ. ആൻഡ് ഇനി പറയുന്നത് ദ ആക്ട് ഓഫ് പഫിംഗ് എയർ ഔട്ട് ഫ്രം ദ മൗത്ത് ഓർ നോസ് കോസ് സൗണ്ട്സ് ലൈക്ക് പൂ ഓർ പിഷ് ആൻഡ് അസോസിയേറ്റ് വിത്ത് സെൻറ്റിമെൻറ്റ് ഓഫ് കണ്ടംപ്റ്റ്. സോ നമ്മുടെ എയർ പഫ് ചെയ്യുന്ന മൗത്തിൽ നിന്ന് അല്ലെങ്കിൽ നോസിൽ നിന്ന് പഫ് ചെയ്യുമ്പോൾ ഒരു കൈൻഡ് ഓഫ് സൗണ്ട് ഉണ്ടാവും, പൂ ഓർ പിഷ് സൗണ്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇത് പ്രകാരമാണ് ഈ ഒരു തിയറിക്ക് പൂപ്പു തിയറി എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഒരു കൈൻഡ് ഓഫ് സൗണ്ട്സിൽ നിന്നാണ്. അതേപോലെ ഇത് ഇവോൾവ് ചെയ്യുന്നത് ഏർലിയർ ഫോമിൽ നിന്നാണ്. ലൈക്ക് നമ്മുടെ ഡാർവിൻ്റെ പരിണാമം പോലെയാണ് ലാംഗ്വേജും ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് തിയറിയാണ് ദ ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത്. സോ മുള്ളറാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് തിയറി സ്റ്റേറ്റ് ദാറ്റ് ദർ വാസ് എ മിസ്റ്റിക് കണക്ഷൻ ബിറ്റ്വീൻ മീനിങ് ആൻഡ് സൗണ്ട്. മീനിങ്ങും അതുപോലെ സൗണ്ടും തമ്മിൽ ഒരു മിസ്റ്റിക് കണക്ഷൻ ഉണ്ട്. ആൻഡ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് നോട്ട് ത്രൂ ഇമിറ്റേഷൻ ബട്ട് ത്രൂ റെസ്പോൺസ് ടു ദ സൗണ്ട്സ് ആൻഡ് അതർ സ്റ്റിമുലൈ ഫ്രം ദ എൻവിറോൺമെൻറ്റ്. സോ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് ഇമിറ്റേഷനിലൂടെ മാത്രമല്ല, റെസ്പോൺസാണ്. നമ്മൾ ഒരു സൗണ്ട്സിനുള്ള റെസ്പോൺസ് ആകാം, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാകുക ഒരു കൈൻഡ് ഓഫ് സ്റ്റിമുലൈക്കുള്ള റെസ്പോൺസ്, ഒരു റെസ്പോൺസിലൂടെയും ലാംഗ്വേജ് ക്രിയേറ്റഡ് ആകാം, ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് ദ ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സ്നേക്കിനെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്നേക്ക് എന്ന് പറയുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റിമുലേക്കുള്ള റെസ്പോൺസാണ്, അല്ലെങ്കിൽ ഒരു സൗണ്ടിനുണ്ടാകുന്ന ആ ഒരു സൗണ്ട്, നമ്മുടെ സ്നേക്കിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്നേക്ക് എന്ന് പറയുമ്പോൾ ആ സൗണ്ടിനുണ്ടാകുന്ന റെസ്പോൺസ് ആയിരിക്കാം. സോ ഇതാണ് ദ ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് തിയറീസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു തിയറീസിലൂടെ എങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇൻഫോർമേഷൻ ടോക്കിങ്ങിന് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ടു ഗിവ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ. പിന്നെ നമ്മളുടെ ഇമോഷൻസ് അതുപോലെ ഫീലിങ്സ് കൺവേ ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ കോണ്ടാക്ട് ഓൺ എ ഫ്രണ്ട്ലി ലെവൽ. ദിസ് ഇസ് കാൾഡ് ഫാക്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഓർ ലാംഗ്വേജ് ഓഫ് സോഷ്യൽ ചിറ്റ്ചാറ്റ് ഓർ സ്മാൾ ടോക്ക്. ഒരു ഫ്രണ്ട്ലി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എസ്തെറ്റിക് റീസൺസ് ലൈക്ക് പോയട്രിക്ക് വേണ്ടി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു റിലീവ് നെർവസ് ടെൻഷൻ, നമുക്കുണ്ടാകുന്ന ടെൻഷനൊക്കെ ഒന്ന് റിലീഫ് ആവാൻ വേണ്ടി നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിനൊക്കെയാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് വൈ ഡിഡ് ലാംഗ്വേജ് ഒറിജിനേറ്റ് എന്നുള്ളതിന് നമുക്കൊരു ആൻസർ ആയിട്ട് കൊടുക്കാനുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.